സമസ്ത ലീഗ് തർക്കത്തിൽ സമസ്തയുമായി സമവായ ചർച്ചകൾ നടക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മാർച്ച് 1 നടക്കുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1-ാം തീയതി ഞങ്ങളൊരു ചർച്ച പൂർത്തിയാക്കും. അതിലൊരു തീരുമാനം ഉണ്ടാവും. കണ്ടുണ്ട് പോസിറ്റീവാണ്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, ഈ തർക്കത്തിൽ ഇപ്പോഴൊരു വെടിനിർത്തലിന്റെ സ്വഭാവമുണ്ടെങ്കിലും ഏത് നിമിഷവും അത് കൂടുതൽ വഷളാവാവുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിൽ സമവായ ചർച്ച പ്രധാനവുമാണ്. എന്താണ് ലീഗ് നേതൃത്വം വിശദീകരിക്കുന്നത്? സമീർ, റിജിത്ത്, ഈ റംസാൻ മാസം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ഈ സമസ്ത ലീഗ് തർക്കത്തിന് ഒരു അന്തിമ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിലവിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ സമസ്തയ്ക്കും ഉള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ അധികം മാസങ്ങളായി ഈ സമസ്ത ലീഗ് തർക്കം വലിയൊരു പ്രതിസന്ധിയായി ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുള്ള ഏറ്റവും ഒടുവിലാണ് ഈ സമസ്തയിലെ മുഷാവറ അംഗമായിരുന്ന ലീഗ് അനുകൂല പക്ഷക്കാരനായ മുസ്തഫൽ ഫൈസിയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത്. അതിന് പിന്നാലെയാണ് സമസ്തയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ അതിരൂക്ഷമാകുന്ന ഒരു ഘട്ടമുണ്ടായത്. വിവിധ പള്ളികളിലൊക്കെ തന്നെ ചില പണ്ഡിതന്മാരെ, ഈ പാണക്കാടുമായി സഹകരിക്കുന്ന പണ്ഡിതന്മാരല്ലാത്തവരെ പുറത്താക്കുന്നതിൽ അടക്കം നടപടിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതൊരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മാർച്ച് 1-ാം തീയതി പാണക്കാട് സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി, ഒപ്പം തന്നെ ജിഫ്രി തങ്ങൾ അടക്കമുള്ള സമസ്ത നേതൃത്വവുമായി ഒരു ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഉറപ്പിച്ചു തന്നെ പറയുന്നത്. അതായത് ഒരു വളരെ പോസിറ്റീവായ ഒരു സമീപനമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ശുഭപ്രതീക്ഷയാണുള്ളത്. അതുകൊണ്ട് നല്ലൊരു കാര്യത്തിലേക്ക് ഒരു സമവായത്തിലേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ നടത്തുന്നത്. ഏതായാലും 1-ാം തീയതിയോടുകൂടി ഒരു അന്തിമ പരിഹാരം ഉണ്ടാകും. അതിനുശേഷമുള്ള റംസാൻ മാസത്തിൽ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ പിന്നീടെല്ലാം അങ്ങോട്ട് മുന്നോട്ട് പോകുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇരു വിഭാഗവും എത്തിയിരിക്കുന്നത്. റിജിത്ത്, സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന്. സമസ്ത ലീഗ് തർക്കത്തിൽ മാർച്ച് 1 നടക്കുന്ന ചർച്ചയിൽ സമവായത്തിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ലീഗ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പ്രതികരിക്കുകയായിരുന്നു. സമീർ ബിൻ കരീം അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.